സ്വന്തമായി ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഇന്റഗ്രോ എന്ന് വന്നിരിക്കുന്നത്. 3.5 സെന്റ് സ്ഥലത്തിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ 1550 സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 2 കാർ പാർക്കിങ്ങുകളാണ് നമ്മുടെ ഈ വീട്ടിലുള്ളത്. അതിലൊരെണ്ണം കവേർഡും ഒരെണ്ണം ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ്. കാക്കനാട് പൂക്കാട്ടുപടി റൂട്ടിൽ നിന്നും 300 മീറ്റർ മാറിയാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സ്റ്റോൺ വിത്ത് ഗ്രീൻ ഗ്രാസ് കൊണ്ടാണ് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഗേറ്റ് ആണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്കൂള്, ബസ് സ്റ്റോപ്പ് ഇതെല്ലാം നമ്മുടെ വീടിന്റെ ലൊക്കേഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് വീടിൻ്റെ നിർമ്മാണത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വാൾ ഫുള്ളും വുഡൻ തീമിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ക്യൂബിക് ഷേപ്പിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സ്പോട്ട് ലൈറ്റ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു എൻട്രൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഓപ്പൺ കിച്ചണും അതിൻ്റെ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഡൈനിങ് ഏരിയയുടെ എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാനിറ്റി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാഡി സ്റ്റോണിലാണ് ബാക്ക്ഗ്രൗണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റൗണ്ട് ഷേപ്പിലൊരു മിറർ യൂണിറ്റും ഇവിടെ അവൈലബിൾ ആണ്. വാനിറ്റി ഏരിയയുടെ താഴെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. വളരെ എലഗൻ ലുക്കിലാണ് നമ്മുടെ കിച്ചൺ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ കിച്ചൻ്റെ കബോർഡ് വർക്ക്സ് എല്ലാം തന്നെ ഒരു കളറിനോട് മാച്ച് ആയിട്ടുള്ള, അതായത് ബ്ലൂ, വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിനോട് മാച്ച് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായൊരു ഡാഡോ ടൈലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇവിടെ കിച്ചൻ്റെ കൗണ്ടറിന് മുകളിലായിട്ടും താഴെയായിട്ടും നിങ്ങൾക്കായുള്ള സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും നിങ്ങൾക്കായൊരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു TV യൂണിറ്റും അതോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഒരു സ്റ്റഡി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി ടേബിളും അതോടൊപ്പം സ്റ്റോറേജ് സ്പേസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസിനോട് ഫേസ് ചെയ്തിട്ടുള്ള ബാൽക്കണി. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിവിങ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് ഈ ബാൽക്കണി ഉള്ളത്. നമ്മുടെ ഈ വീടിന് 3 ബെഡ്റൂമുകളാണുള്ളത്. ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും തന്നെ മിറർ യൂണിറ്റും അതോടൊപ്പം കബോർഡ് വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ കാണുന്ന മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യൂ.